Hello, welcome to my channel Homemade. ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്ന ഒരു ഡിഷ് എന്താണെന്നറിയാമോ? അതിൻ്റെ പേരാണ് ഷക്ഷുക്ക. ഷക്ഷുക്ക എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് ആഫ്രിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ കോമണായി വരുന്നുണ്ട്. ഒരല്പം വ്യത്യസ്തമായിട്ട് നമുക്ക് ജീരകത്തിൻ്റെ തക്കാളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ഒരു സോസിനകത്ത് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് ബുൾസ ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ മേളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് എടുക്കുന്ന ഒരു ഡിഷാണ്. നമുക്ക് ഇത് രാവിലെ ഇത് മാത്രമായിട്ടാണെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ വേണമെന്നുള്ളവർക്ക് ബ്രെഡ് എന്തെങ്കിലും കൂട്ടി കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇതിനകത്തേക്കൊരു 2 വലിയ സവോള ഞാൻ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സവോളയാണെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ചെറുതായിട്ട് അരിയണം, ഒത്തിരി വലുതായി പോകരുത്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 6 മുതൽ 8 വരെ വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന ക്യാപ്സിക്കം ആണ്. അത് ഞാനിപ്പോൾ 3 കളറും നല്ല കളർഫുള്ളായിരിക്കണം ഈ ഡിഷ്, എന്നാലേ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും. അതിനുവേണ്ടി ഞാൻ 3 കളറിലെ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. 3 കളറിലെ ക്യാപ്സിക്കത്തിൻ്റെ ഓരോന്നിൻ്റെയും 1/4 ഭാഗം വെച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഒരെണ്ണം ചേർത്താലും മതി. അത് ഒരെണ്ണമാണ് ചേർക്കുന്നതെങ്കിൽ വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എരിവ് കുറവാണ്, എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി ഇതിനൊരു പ്രത്യേക ഫ്ലേവർ തരുന്നതാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം അത് തന്നെയാണ്. ജീരകം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചതാണ്. 1/2 ടേബിൾ സ്പൂണോളം ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുറച്ച് സവോള വാടാനായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പോരാത്ത ഉപ്പും കൂടെ, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 3 തക്കാളിയുടെ പ്യൂരിയാണ്. ടൊമാറ്റോ പ്യൂരി ഞാനിവിടെ ഉണ്ടാക്കാറുള്ളത് സാധാരണ 3 തക്കാളി എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിക്കുമ്പോഴേക്കും അതിൻ്റെ പുറത്തുള്ള തൊലി ഇങ്ങനെ വിട്ട് വരും. അതിങ്ങനെ വിടാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്ത് ആ തൊലി പതുക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ബാക്കി പൾപ്പ് എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ചെയ്യുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളയണമെന്നാണ്. ഞാൻ കുരുവൊന്നും കളയാതെ തന്നെ അത് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഈ സോസും നമ്മൾ ഈ എടുത്ത ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർത്ത് ഒരു അര കപ്പോ 3/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം. അപ്പോഴേക്കും ഈ സവോള എല്ലാം ആ സോസ് ടൊമാറ്റോ പ്യൂരി ആയിട്ട് വെന്ത് നല്ലൊരു ടൊമാറ്റോ സോസിൻ്റെ പരുവായി കിട്ടും. അതുവരെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു 8-10 മിനിറ്റോളം ഇങ്ങനെ മൂടി വെച്ച് വേവിക്കേണ്ടി വരും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒക്കെ ഉണ്ടോ, അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സായി അലുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം. അത് മുട്ട ഓരോന്നായിട്ട് ഒരു ബൗളിലേക്ക് ഓരോന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കിതിനകത്ത്
ഈ സോസിനകത്തേക്ക് ഓരോ ഗ്യാപ്പ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് പതുക്കെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അല്ലാതെ നേരിട്ട് പൊട്ടിച്ചൊഴിക്കാൻ പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് കറക്റ്റായിട്ട് സെറ്റായി ഇരിക്കില്ല. ഇതുപോലെ കുഴി ഉണ്ടാക്കിയിട്ട് വേണം അതിനകത്തേക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിക്കാനായിട്ട്. ഞാൻ ഇതിനകത്തേക്ക് ഒരു 5 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 മുട്ട ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഓരോ മുട്ടയുടെ മേളിൽ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊരു 1 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 1 മിനിറ്റിൽ കൂടുതൽ വെക്കുകയും ചെയ്യരുത്. ആ മുട്ടയെല്ലാം ഒരു ബുൾസൈഡ് അതേ ടെക്സ്ചറിൽ കിട്ടണം. അധികം വെന്ത് പോകാതെ മഞ്ഞ നിറത്തിലുള്ള പോർഷനൊക്കെ ചെറുതായിട്ട് മാത്രമേ വേകാവുള്ളൂ. അത് ലൂസായി തന്നെ കിടക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അതേപോലെ ബുൾസൈ എടുക്കുന്ന പോലെ അതേ വേവിൽ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. 1 മിനിറ്റ് മാക്സിമം മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും. അപ്പോഴേക്കും നമുക്ക് കറക്റ്റിന് കിട്ടും. ഒരു മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട്. അധികം ഉറച്ചൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബുൾസൈക്ക് ഇടുന്ന പോലെ തന്നെ അല്പം ഉപ്പും കുരുമുളകും കൂടെ മേളിൽ വെതറി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷക്ഷുക്ക റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റിയാണ്, എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.